എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSQF വിഭാഗങ്ങളുടെ ഫസ്റ്റ് ഇയർ സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷാഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ടിൻ്റെ PDF എങ്ങനെ നിങ്ങൾക്ക് അതായത് ഈ ഒരു പ്രിൻ്റായിട്ട് അതായത് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് റീവാലുവേഷൻ, അതുപോലെ തന്നെ അതായത് പുനർമൂല്യനിർണ്ണയം, അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി, അതുപോലെ സൂക്ഷ്മ പരിശോധന അതായത് സ്ക്രൂട്ടിനി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് മെയ് 12-ാം തീയതിക്കകം നിങ്ങൾ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പാളിന് നൽകാവുന്നതാണ്. അപേക്ഷാ ഫീസ് റീവാലുവേഷന് 300 രൂപ, സ്ക്രൂട്ടിനിക്ക് 100 രൂപ, ഫോട്ടോ കോപ്പിക്ക് 300 രൂപ. അതായത് റീവാലുവേഷന് 500 രൂപയാണ്, 300 അല്ല 500 രൂപയാണ്. അതുപോലെ സ്ക്രൂട്ടിനിക്ക് 100 രൂപയാണ്, അതുപോലെ ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ് ഫീസ് വരുന്നത്. പെർ സബ്ജക്റ്റാണ് ഈ ഒരു ഫീസ് എന്ന് പറയുന്നത്. അതുപോലെ റീവാലുവേഷന് 10% മാർക്ക് റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ റീഫണ്ടായിട്ട് സ്കൂളിൽ നിന്ന് തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അതായത് പാസ്ബുക്കിൻ്റെ കോപ്പി നൽകേണ്ടതായിട്ട് വരുന്നതാണ്. കാരണം റീഫണ്ടിന് അർഹതയുണ്ടെങ്കിൽ റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി നൽകാനായിട്ട് പറയുന്നത്. അപ്പോൾ എങ്ങനെ നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാം, അതുപോലെ തന്നെ എങ്ങനെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ എങ്ങനെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ VHSC NSQFൻ്റെ കൊടുത്തിട്ടുണ്ട്, VHSCയുടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ HSCയുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് വിഭാഗമാണ് അതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ആ ഒരു ചെക്ക് റിസൾട്ട്സ് എന്നുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ HSCയുടേതാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ HSCയുടേത് ജസ്റ്റ് ചെക്ക് റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഡേ, പിന്നീട് മന്ത്, പിന്നീട് ഇയർ, ഈ ഒരു രീതിയിലാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതായത് കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്, അതായത് ഏത് മാസമാണ് ജനിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഏത് ദിവസമാണ്, അതുപോലെ ഏത് ഇയറിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് അതായത് സെലക്ട് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് അത് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഫോർമാറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. അതായത് ആദ്യം വരുന്നത് ഡേ അല്ല, ആദ്യം വരുന്നത് മന്താണ്. അതായത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നൽകേണ്ട ഫോർമാറ്റ് വരുന്നത്. അതായത് ആദ്യം മന്ത്, പിന്നീട് ഏത് ദിവസമാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ പിന്നീട് ഇയർ, ഈ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനായിട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഏത് മാസമാണ് നിങ്ങൾ ജനിച്ചത്, ഏത് ദിവസമാണ്, അതുപോലെ തന്നെ ഏത് ഇയറിലാണ്, ഇത് കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ രജിസ്ട്രേഷൻ നമ്പറും കൃത്യമായിട്ട് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് പ്ലീസ് ഫിൽ ദ ടെക്സ്റ്റ് ഫീൽഡ് ആസ് ഷോൺ ഇൻ ദ ഇമേജ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഇവിടെ കാണിക്കുന്ന ആ ഒരു ടെക്സ്റ്റ്, അതായത് എന്താണ് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ, അത് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അതായത് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. അത് റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, പിന്നീട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ഈ ഒരു മാസം, അതുപോലെ തന്നെ ദിവസം, ഇയർ അതായത് വർഷം എന്നിവ കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്ച അതായത് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ സാധിക്കും. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ ഒരു റിഫ്രഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷ് അക്ഷരം വരും. അപ്പോൾ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത ശേഷം ഡൗൺലോഡ് PDF എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്രോം ഉപയോഗിക്കുന്നതായിരിക്കും, അത് നിങ്ങളുടെ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിലാണ് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒപ്പേറ മിനി ആപ്ലിക്കേഷനിൽ, അതായത് ആ ഒരു ബ്രൗസറിലാണ്. ജസ്റ്റ് ഇതിൽ ഡൗൺലോഡായിട്ട് കൃത്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ക്രോം ബ്രൗസറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യുമ്പോൾ ക്രോം ബ്രൗസർ വഴി ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഡൗൺലോഡ് PDFൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു PDF ഡൗൺലോഡ് ആയിട്ട് വരുന്നതാണ്. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന PDF ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു PDF ആണ്. അപ്പോൾ അത് നിങ്ങൾ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു PDF ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പാസ്വേഡ് ഇങ്ങനെയാണ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതായത് ഈ ഒരു രജിസ്റ്റർ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു രീതിയിലാണ് കൊടുക്കേണ്ടത്. അതായത് ഡേ, അതുപോലെ മന്ത്, ഇയർ, ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാണാൻ സാധിക്കും. അതായത് ഇവിടെ 1, 2, 3, 4, 5, 6, 7 ഇതാണ് രജിസ്റ്റർ നമ്പർ. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ആദ്യം ഡേ ആണ് വരുന്നത്, പിന്നീട് മന്ത് ആണ്, പിന്നീട് ഇയർ, ഈ ഒരു ഫോമാറ്റിലാണ് വരുന്നത്. ഇവിടെ 01/01/2000 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് നേരെയായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ
ഈ ഒരു സെപ്പറേറ്റ് ചെയ്യാനുള്ള ആ ഒരു അതായത് സ്ലാഷും കാര്യങ്ങളൊന്നും വേണ്ട. 01/01/2000 ഈ ഒരു രീതിയിലാണ് കൊടുക്കേണ്ടത്. അത് ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അക്കങ്ങൾ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. ഇത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള PDF നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നത് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഉദാഹരണത്തിന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളുടെ അതായത് 1 2 3 4 5 ഇതാണ് നിങ്ങളുടെ ഒരു +1ൻ്റെ ആ ഒരു രജിസ്റ്റർ നമ്പർ എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഒരു 02 അതുപോലെ തന്നെ അതായത് ഈ ഒരു ഫോമാറ്റിലാണ് കൊടുക്കേണ്ടത്. ആദ്യം ഡേ വരണം, പിന്നീട് മന്ത്, അതുപോലെ തന്നെ പിന്നീട് ഇയർ. ഈ ഒരു ഫോമാറ്റിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് 02 എന്ന് പറയുമ്പോൾ 2-ാം തീയതിയാണ്. അതുപോലെ തന്നെ 11-ാം മാസം അതായത് ഒരു നവംബർ മാസമാണ്. അതുപോലെ തന്നെ ഇയർ എന്ന് പറയുന്നത് 2008 ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് വരിക. 1 2 3 4 5 അതുപോലെ തന്നെ 02/11/2008 എന്നാണ് വരിക. ഇനി മറ്റൊരു ഉദാഹരണം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്നത് 2032 ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഒരു രജിസ്റ്റർ നമ്പർ എന്ന് വിചാരിക്കുക. അതായത് എക്സാമ്പിളാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഒരു 15/02/2007 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ അതായത് ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 15-ാം തീയതിയാണ്. ഇത് ഫെബ്രുവരി മാസം അതായത് 2-ാം മാസമാണ്. അതുപോലെ ഇത് 2007 എന്ന് പറയുന്ന വർഷമാണ്. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ പാസ്വേഡ് പ്രൊട്ടക്റ്റഡിൽ ആ ഒരു രീതിയിൽ നൽകുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു 15 അതായത് ഈ ഒരു ദിവസം 15-ാം തീയതിയാണ്. അതുപോലെ തന്നെ 02 എന്ന് പറയുന്നത് ഒരു ഫെബ്രുവരി മാസമാണ്. അതുപോലെ 2007 ഈ ഒരു വർഷമാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു റിസൾട്ടിൻ്റെ PDF നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു PDF അതായത് നിങ്ങൾ റിസൾട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാകും അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ് PDF രൂപത്തിൽ നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അതായത് DHSCയുടെ ഈ ഒരു റിസൾട്ടിനായിട്ടുള്ള പുതുതായിട്ട് ഈ ഒരു ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ലിങ്ക് നൽകിയിട്ടില്ല. അതായത് മുൻ വെബ്സൈറ്റുകൾ അതായത് kerala-results.nic.in എന്നുള്ള വെബ്സൈറ്റുകളിലാണ് മുൻ വർഷങ്ങളിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വെബ്സൈറ്റിൽ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഒരു ബട്ടൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് പുതുതായിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷൻ നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള സൗകര്യം നിലവിൽ ഈ ഒരു വെബ്സൈറ്റ് വഴി ലഭ്യമാവുന്നതല്ല. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള സൗകര്യം നിലവിൽ ഇപ്പോൾ നൽകിയിട്ടില്ല. ഇനി തൊട്ടടുത്തുള്ള ദിവസങ്ങൾ അതായത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചിലപ്പോൾ അതിനായിട്ടുള്ള ആ ഒരു ഓപ്ഷൻ അതായത് ഈ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ബട്ടൺസ് ചിലപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുൻ വർഷങ്ങളിൽ ഈ ഒരു റിസൾട്ട് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഒരു ഓപ്ഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂൾ കോഡ് നൽകുന്ന സമയത്ത് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഇത് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷൻസ് അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷൻ നിലവിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം നിലവിൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് അറിയാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ലിങ്ക് വരികയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.